ഹലോ എല്ലാ കൂട്ടുകാർക്കും സ്പോർട്സ് ന്യൂസിൻ്റെ മറ്റൊടിയിലേക്ക് സ്വാഗതം. ഹിയർ വി ഗോ. ലാറിൻ സുവാല ലാൽ ബി ക്യാനിയ എന്ന സൂപ്പർ താരം മോഹൻ ബഗാനിലേക്ക് എന്നുള്ള വാർത്ത പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഈ കാര്യം പല പ്രമുഖ മാധ്യമങ്ങളും ഐസിൽ തന്നെ ഇന്ത്യയിൽ തന്നെ പുറത്തുവിട്ടിട്ടുള്ളത്. എന്നാൽ ഈ ഒരു കാര്യം ഇപ്പോൾ നിരസിച്ചിരിക്കുകയാണ് മാർക്കസ് മെർഗുലോ അടക്കമുള്ള പ്രമുഖ മാധ്യമങ്ങൾ. നിലവിൽ ഇദ്ദേഹമായി വലിയ രീതിയിലുള്ള കോൺട്രാക്റ്റിലാണ് മോഹൻ ബഗാൻ ഏർപ്പെടാൻ പോയത്. നിലവിൽ ഇദ്ദേഹമാകട്ടെ ഐ ലീഗിൽ ചരിത്രത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ഗോളുകൾ അടിച്ച ഇന്ത്യൻ സൂപ്പർ താരം, ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ സൂപ്പർ താരം കൂടിയാണ്, റെക്കോർഡുള്ള താരമാണ്. ഐ ലീഗിലെ മിന്നും വില കൊടുക്കാൻ താല്പര്യമുള്ള പല ഐഎസ്എൽ ക്ലബ്ബുകളും രംഗത്തെത്തിയ സൂപ്പർ താരം തന്നെയാണ് ലാലൻ സുവാല. ഇദ്ദേഹം നിലവിൽ കളിച്ചുകൊണ്ടിരുന്നത് നമുക്കറിയാം ഐസ്വാൾ എഫ്സിയിലാണ്. അപ്പോൾ മികച്ച പെർഫോമൻസ് ഐ ലീഗിൽ ഉടനീളം കാഴ്ചവെച്ചതിനെ തുടർന്ന് ഐ ലീഗ് ക്ലബ്ബുകളുടെ ശ്രദ്ധാകേന്ദ്രമായ താരത്തെ മോഹൻ ബഗാൻ വലിയൊരു തുക കൊടുത്ത് ഐസ്വാളിൽ നിന്ന് സ്വന്തമാക്കാൻ ഒരുങ്ങിയിരുന്നതാണ്. ഐസ്വാൾ എഫ്സിയിൽ അടുത്ത വർഷം കൂടി കരാറുള്ള താരത്തിന് വമ്പൻ തുക കൊടുത്താണ് മോഹൻ ബഗാൻ അവിടെ തട്ടത്തിലെത്തിക്കാൻ ശ്രമിച്ചിരുന്നത്. കഴിഞ്ഞ ദിവസം ഇതിനായി എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്ത് താരത്തിൻ്റെ കരാറുമായി ബന്ധപ്പെട്ട അവസാന നിമിഷങ്ങളിലാണ് താരം മോഹൻ ബഗാനിലേക്കില്ല എന്ന കാര്യം വ്യക്തമായത്. നിലവിൽ താരത്തിന് മെഡിക്കൽ കഴിയുകയും എന്നാൽ താരത്തിൻ്റെ മെഡിക്കലിൽ മോഹൻ ബഗാൻ മാനേജ്മെൻറ്റ് തൃപ്തരല്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. നിലവിൽ ഇദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ ആകട്ടെ പരിക്കിൻ്റെ പിടിയിലായിരുന്നു. അദ്ദേഹത്തിന് നമുക്കറിയാം ലോകകപ്പ് ക്വാളിഫയേഴ്സിൽ താരത്തിനെ ഇന്ത്യൻ നാഷണൽ ടീം ക്യാമ്പിലേക്ക് വിളിച്ചതാണ്. എന്നാൽ താരത്തിൻ്റെ പരിക്ക് കാരണം താരത്തിന് നഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ താരത്തിൻ്റെ ഫിറ്റ്നസ്സിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ടീം തൃപ്തരല്ല എന്നും അതുകൊണ്ട് തന്നെ ഈ ഒരു സൈനിങ് നിലവിൽ മാറ്റിവെച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്നാൽ പൂർണ്ണമായും ഈ കാര്യം തള്ളാനാകില്ല. നിലവിലും ഇദ്ദേഹം മോഹൻ ബഗാൻ്റെ പ്രൈമറി ടാർഗറ്റ് തന്നെയാണ്. നിലവിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് തൽക്കാലത്തേക്കൊന്ന് പിൻവാങ്ങിയെന്ന് മാത്രം, ചിലപ്പോൾ താരത്തെ സ്വന്തമാക്കിയേക്കാം. നിലവിൽ ഐസ്വാൾ എഫ്സിയിൽ ഒരു വർഷം കൂടി കോൺട്രാക്റ്റുള്ള താരം ഐസ്വാൾ എഫ്സിയിലേക്ക് മടങ്ങി തിരിച്ചു പോയിട്ടുണ്ട്. നിലവിൽ അദ്ദേഹം ഐ ലീഗിൽ തന്നെ തുടരുമെന്നാണ് നിലവിൽ കിട്ടുന്ന റിപ്പോർട്ടിൽ പ്രകാരം അറിയാൻ കഴിയുന്നത്. ഒരു വർഷത്തിന് ശേഷം മാത്രമായിരിക്കും ചിലപ്പോൾ താരം മോഹൻ ബഗാനിലേക്ക് വരിക എന്നും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. നിലവിൽ ലാസ്റ്റ് സ്റ്റേജിലാണ് ഈ ഒരു സൈനിങ് നഷ്ടമായത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെ മോശം വാർത്ത തന്നെയാണ്. കാരണം ഐ ലീഗിലെ സൂപ്പർ താരത്തെ സ്വന്തമാക്കാൻ മോഹൻ ബഗാൻ ഒരുങ്ങിയതായിരുന്നു. അവസാന നിമിഷം അത് പോയിരിക്കുന്നു. അപ്പോൾ കണ്ടിനറിയാം ഇദ്ദേഹത്തെ മോഹൻ ബഗാൻ സൈൻ ചെയ്യുമോ എന്ന്. നിലവിൽ കിട്ടുന്ന റിപ്പോർട്ടിൽ പ്രകാരം സൈൻ ചെയ്യില്ല എന്ന് തന്നെയാണ്. ഇതിനെപ്പറ്റി നിങ്ങളിപ്പോൾ കമൻറ്റ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് മാത്രം പോവുക. അടുത്ത ഡേ വീണ്ടും കാണാം.